ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കല്ലുമോളും കുട്ടികളും കളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രതാപനും മുകുന്ദനും. ജയഗീതയാണെങ്കിൽ അവരെ വളരെ നന്നായി തന്നെ കെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ മുകുന്ദൻ മനസ്സിലാക്കിയെടുക്കുന്നു. അങ്ങനെ പെട്ടെന്ന് പ്രതാപനാണെങ്കിൽ മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, ഈ സമയം അങ്കിത ചേച്ചി ഉണ്ടായിരുന്നുവെങ്കിൽ അടിപൊളിയായേനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുകുന്ദനാണെങ്കിൽ പെട്ടെന്ന് സാഡാവുകയാണ്. ശരിയാണ്, അവൾ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. ഇപ്പോൾ അവൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നീതമോളുമായിട്ട് മലേഷ്യയിലെ ഹൗസിലായിരിക്കും ഞങ്ങളിപ്പോൾ താമസിച്ചിട്ടുണ്ടാവുക. എത്ര സന്തോഷകരമായിട്ടുള്ള ജീവിതമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മുകുന്ദനാണെങ്കിൽ ആകെ സങ്കടത്തോട് കൂടിയിട്ട് പ്രതാപനോട് പറയുകയാണ്. ഇത് കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ ചോദിച്ചത് വെറുതെ ആയി പോയെന്ന് തോന്നുന്നുണ്ട്. സോറി മുകുന്ദേട്ട, ഞാൻ മുകുന്ദേട്ടനെ സങ്കടപ്പെടുത്തിയോ? അതൊന്നും സാരല്ലടാ. അങ്ങനെ മുകുന്ദനാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് കളിക്കാനായിട്ട് പോവുക. എന്നിട്ട് അവർക്ക് ഐസ്ക്രീമും മറ്റൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഈ സമയം മിന്നുമോൾ ചോദിക്കുകയാണ്, അങ്കിളെ എനിക്കൊരു ഐസ്ക്രീമും കൂടി തരുമെന്ന്. ഇത് കേൾക്കുന്ന ജയഗീതയാണെങ്കിൽ അവളെ കുറച്ച് മാറി നിന്നിട്ട് ഉപദേശിക്കുകയാണ്. അതെ, ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല, അങ്കിളുടെ ഷർട്ടൊന്നും പിടിച്ച് വലിക്കാൻ പാടില്ല. ഒരു ഐസ്ക്രീം കഴിച്ചതിന് ശേഷം മറ്റൊരു ഐസ്ക്രീം കഴിക്കുക, ഓക്കെ? അല്ലാതെ ചോദിച്ച് വാങ്ങി തിന്നരുത് എന്നൊക്കെ പറഞ്ഞ് ജയഗീത മിന്നുമോൾക്ക് താക്കീത് കൊടുക്കുകയാണ്. അങ്ങനെ കല്ലുമോൾക്ക് ഐസ്ക്രീം വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മുകുന്ദൻ. വേഗം തന്നെ മുകുന്ദൻ എഴുന്നേറ്റ് പോയിട്ട് ജയഗീതയ്ക്ക് ഒരു ഐസ്ക്രീം ഒക്കെ കൊടുക്കുന്നുണ്ട്. അവരാണെങ്കിൽ അയാളോട് താങ്ക്സ് പറയുന്നു. അങ്ങനെ വീണ്ടും അവർ ഓരോരോ കളികളിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ സമയം അമ്പിളിയും ശ്രീയും ചേർന്ന് അനന്തുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എടാ അനന്തു, എനിക്ക് ഒരാവശ്യമുണ്ട്. അതെ, ചേട്ടൻ ആവശ്യപ്പെടുന്നത് എന്താണോ അതെൻ്റെ കയ്യിലില്ല. അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ ആവശ്യം എന്താണെന്നും. അതെനിക്കറിയാലോ. ചേട്ടന് ആവശ്യം മദ്യമല്ലേ? ഇന്നേ മദ്യം വാങ്ങാനായിട്ട് എനിക്ക് പറ്റില്ല. എടോ അതൊന്നല്ല, വേറൊരാവശ്യമാണെന്ന് അമ്പിളി പറയുന്നു. എന്ത്? അത് എൻ്റെ ഭർത്താവിനൊരു ജോലി വേണം. അതിനെന്താ? ഒരു ഓട്ടോ വാങ്ങി തന്നതാണ്, ബിസിനസ്സും തുടങ്ങി തന്നതാണ്. ബിസിനസ് 8 നിലയിൽ പൊട്ടി. പിന്നെ ഓട്ടോ, അതൊരു ടോയ് പോലെ ആയിരുന്നല്ലോ ശ്രീയേട്ടൻ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സീരിയസ്നെസ്സും ഇല്ലെന്നങ്ങനെ പറയുമ്പോൾ അമ്പിളി ചോദിക്കുന്നുണ്ട്, അതിന് ഞാനെന്ത് ചെയ്തു? ചേച്ചി എന്താ ചെയ്തത്? അത് ചേച്ചിയോട് തന്നെ ചോദിക്കും. ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. അമ്മ, സഹോദരി, അതുപോലെ മകൾ. ഇതിലേതെങ്കിലും ഒന്ന് ചേച്ചി കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ അമ്പിളിയോട് ചോദിക്കുമ്പോൾ അമ്പിളിയാണെങ്കിൽ ഉത്തരമില്ലാതെയാവുന്നു. അങ്ങനെ അനന്ത് പറയുന്നുണ്ട്, ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് ശ്രീയേട്ടനൊരു ജോലി കൊടുക്കണം നമ്മുടെ തോട്ടത്തിൽ തന്നെ. അതിന് ഇത് വലിയ ബിസിനസ്സൊന്നും അല്ലല്ലോ, ചെറുതായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നടക്കുന്ന ചെറിയൊരു കാര്യം. അച്ഛനും ഞാൻ തന്നെ ധാരാളമാണ് സൂപ്പർവൈസ് ചെയ്യാനായിട്ട്. അല്ലാതെ പുറമേ നിന്നും ആരുടെയും ആവശ്യമില്ലെന്ന് അനന്ത് പറയുമ്പോൾ, അത് സൂപ്പർവൈസറായിട്ടൊന്നും വേണ്ട, തോട്ടത്തിലെ ജോലിക്കാരിൽ ഒരാളായിട്ട് കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ, പോയിട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് അനന്ത് ചോദിക്കുന്നു. ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാടാ, ഇവിടെ ഒരുപാട് റൂമുണ്ട്, അതിലേതെങ്കിലും ഒരു റൂമിൽ ഞങ്ങൾ ഇരുന്നോളാം എന്നൊക്കെ പറയുമ്പോൾ, രാഷ്ട്രപതി ഭവനത്തിൽ 650 മുറികളുണ്ട് എന്ന് കരുതിയിട്ട് എല്ലാവരെയും വിളിച്ച് കയറ്റി താമസിപ്പിക്കാറില്ലെന്ന് പറയുന്നു അനന്തോ. ഇത് കേൾക്കുന്ന അമ്പിളിക്കാണെങ്കിൽ വല്ലാതെ ആവുകയാണ്. എടാ, അച്ഛനും അമ്മയും സമ്മതിച്ചില്ലേ, നീയും കൂടി സമ്മതിക്കും. അച്ഛനും അമ്മയും സമ്മതിച്ച പിന്നെ ഇപ്പോൾ എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അനന്തു ആണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ അമ്പിളിക്കും ശ്രീക്കും ഇത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ പാർക്കിലെല്ലാം ചുറ്റിക്കറങ്ങിയതിന് ശേഷം രാത്രിയാകി ഈ മുകുന്ദനും കുട്ടികളും എല്ലാവരും വീട്ടിലേക്ക് വരികയാണ്. ഈ സമയം കുട്ടികളോട് കുളിക്കാനായിട്ട് ജയഗീത പറയുന്നുണ്ട്. അവരെല്ലാവരും കുളിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ജയഗീതയുടെ അച്ചടക്കവും ചിട്ടയൊക്കെ? അടിപൊളിയായിട്ടുണ്ടായിരുന്നു, ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നവനീത മോളെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലേ, സ്വന്തം മോളെ പോലെ? അത് ശരിയാണ്. എന്തൊക്കെ പറഞ്ഞാലും മാനസികമായിട്ട് അടുപ്പുണ്ടാവുന്നത് സ്വന്തം മോളോട് തന്നെയായിരിക്കും. പിന്നെ നമ്മളുടെ മുന്നിൽ അങ്ങനെ കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ. അതല്ല മുകുന്ദേട്ടാ, പ്രത്യേകിച്ച് കൃഷ്ണ പറഞ്ഞിരുന്നു 3 മക്കളെയും ഒരുപോലെ കാണണമെന്ന്. അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്തായാലും എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ മോളെയും കൊണ്ട് മലേഷ്യയിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നു. ഇത് കേൾക്കുന്ന പ്രതാപം പറയുന്നുണ്ട്, അത് വേണോ? അവളിവിടെ കുടുംബത്തോടൊപ്പം ആഘോഷിച്ച് നടക്കേണ്ട പ്രായമല്ലേ. സൂരജാണെങ്കിൽ അവളെ സ്വന്തം അനിയത്തിയെ പോലെയാണ് കാണുന്നത്. എല്ലാം കൊണ്ടും കല്ലുമ്പോൾ ഇവിടെയായിരിക്കും നന്നായിട്ട് വളരുക. അവിടെ ചെന്ന ആരാ ഉള്ളത്? ഒറ്റപ്പെടലിൽ അവൾ മുരടിച്ചു പോകുമെന്നൊക്കെ പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ശരിയാണ് താൻ പറയുന്നത്, എന്തായാലും ഇവിടെ തന്നെ ഇരിക്കട്ടെ അല്ലേ. അങ്ങനെ കല്ലുമോളാണെങ്കിൽ കുളിച്ചൊരുങ്ങി വരുന്നുണ്ട്. അച്ഛാ, ഞാൻ കുളിച്ചു, ഫ്രഷായി, ഇതാ പൊട്ടൊക്കെ തൊട്ടു, പൗഡർ ഇട്ടു. എൻ്റെ കുഞ്ഞ് സുന്ദരിയായല്ലോ. അങ്ങനെ മിന്നുമോളും പറയുകയാണ്, ഞാനും ഒക്കെ ചെയ്തു. പ്രതാപം പറയുന്നുണ്ട്, ബട്ടർഫ്ലൈ പോലെയുണ്ട് മിന്നുമോളെ കാണാൻ. അങ്ങനെ മുകുന്ദനോട് പ്രതാപം ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്നും പോയാലോ? സാധനമൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുകയാണ്, എല്ലാം ഉണ്ടോ? ആദ്യം എൻ്റെ വീട്ടിലേക്ക് പോകണോ അതോ ഗസ്റ്റ് ഹൗസിലേക്ക് പോകണോ?
തൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് മുകുന്ദൻ പറയുന്നുണ്ട്. ജയഗീത പറയുകയാണ്, അല്ല എന്തെങ്കിലും കഴിച്ചിട്ട് വേണ്ടെന്നേ, എല്ലാം ഒരുക്കിയിട്ട് കൃഷ്ണൻ അവിടെ കാത്തിരിപ്പുണ്ടെന്ന് പ്രതാപൻ പറയുന്നു. അങ്ങനെ കല്ലുമോളാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അച്ഛൻ പോവുകയാണോ എന്ന്. അതെ, അച്ഛൻ പോയിട്ട് നാളെ വരാം. അച്ഛൻ പോകണ്ട. ഏയ്, അച്ഛൻ എങ്ങനെ പോകാതിരിക്കാൻ പറ്റുക? അച്ഛൻ പോയിട്ട് നാളെ വരാന്നേ. വേണ്ട, ഇത് നവനീതമ്മളുടെ വീടല്ലേ, ഇവിടെ അച്ഛൻ ഇരുന്നോടെ. അയ്യോ, അത് പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ കല്ലുമോളാണെങ്കിൽ പിണങ്ങി അവിടെ നിന്നും പോകുന്നു. അങ്ങനെ മുകുന്ദനാണെങ്കിൽ അത് കാണുമ്പോൾ എന്തോ പോലെ ആവുകയാണ്. പ്രതാപൻ ചോദിക്കുന്നുണ്ട്, പിണങ്ങുന്ന സ്വഭാവമൊക്കെ ഉണ്ടോ എന്ന്. ജയഗീത പറയുന്നുണ്ട്, ഇല്ല, അങ്ങനെയൊരു സ്വഭാവമൊന്നുമില്ല, പക്ഷേ ഇതിപ്പോൾ സങ്കടം വന്നിട്ടാണെന്ന് പറയുമ്പോൾ മുകുന്ദൻ പ്രതാപനോട് ചോദിക്കുകയാണ്, എടോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഒരു കാര്യം ചെയ്യും മുകുന്ദേട്ടൻ, ഇന്ന് നീതമ്മൾക്കൊപ്പം ഇവിടെ ഇരിക്കെ, നാളെ ഞാൻ ഇങ്ങോട്ട് വന്നോളാം. ഇത് കേൾക്കുന്ന മുകുന്ദനാണെങ്കിൽ അക്കാര്യം തീരുമാനിക്കുന്നു, നീതമ്മൾക്കൊപ്പം ഒരു ദിവസം അവിടെ താമസിക്കാനായിട്ട്. എന്തായാലും കാത്തിരിക്കാം ലേറ്റസ്റ്റ് എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.